ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. മഞ്ഞാട്ട് ഡിവിഷന്റെ ഈ എപ്പിസോഡിലൂടെ തിരുവചനം ശ്രവിക്കുവാൻ പ്രതീക്ഷയോടുകൂടിയായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ഇയ്യോബ് 29 അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇയ്യോബ് 29:2. അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. പണ്ടത്തെ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത്, ദൈവം കാത്തുപോകുന്ന ദിവസങ്ങളെ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവം നടത്തിയ ദിവസങ്ങളെ ഓർത്ത് അതിലേക്കൊന്ന് മടങ്ങിപ്പോയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു ഭക്തന്റെ ആഗ്രഹത്തെയാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പണ്ടത്തെ നാളുകളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രപ്പ. അങ്ങയുടെ വചനത്തെ ധ്യാനിപ്പാൻ, അങ്ങയുടെ പാദാരംഭത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ച വലിയതേക്കായി സ്തുതിക്കുന്നു. കർത്താവെ, വചനം ശ്രവിക്കുവാൻ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുന്നു അങ്ങയുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെ അങ്ങ് പകരണമേ. കർത്താവെ, അടിയൻ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് തന്നെ അങ്ങയുടെ മക്കളോട് സംസാരിക്കണം. അങ്ങ് സംസാരിക്കണമേ, ഞങ്ങൾ കേൾക്കട്ടെ അപ്പ. കർത്താവ്, ഞങ്ങൾ കേട്ട് പുതുക്കം പ്രാപിപ്പാൻ ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകർന്ന് കർത്താവ് ശുശ്രൂഷയെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണ നിയന്ത്രണവും കർത്താവ് ഏറ്റെടുക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇവിടെ ഇയ്യോബ് എന്ന ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുകയും ആ പട്ടണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായി താനായിത്തീരുകയും ചെയ്ത ഒരു അനുഭവത്തിൽ നിന്ന് വീണ്ടും താഴ്ചയുടെ അല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതത്തെ, അതിൻ്റെ ആഴങ്ങളെ അറിഞ്ഞിട്ട് ദൈവസന്നിധിയിലുള്ള തൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദൈവം എന്നെ കാത്തുപോകുന്ന പണ്ടത്തെ നാളുകളെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദീപം തൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ച നാളുകൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് കൂരിരുട്ടിലൂടെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടന്നവനാണ് ഇയ്യോബ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. ഒരു മനുഷ്യനെ കുറിച്ച് ഇതിൽ പരമായിട്ട് മറ്റൊരു സാക്ഷ്യം ലഭിക്കുവാനായിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുവാനായിട്ട് കഴിയത്തില്ല. ഇയ്യോബ് നീതിമാൻ, നീതി എവിടെയുണ്ടോ അവിടെ കൂടെ നിൽക്കുന്ന മനുഷ്യനായിരുന്നു ഇയ്യോബ്. കാരണം ഇയ്യോബിന് ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പട്ടണത്തിൽ ഏറ്റവും മാന്യനായിരുന്നു. ചില തർക്കങ്ങളെ തീർക്കുവാൻ ജനം അവന്റെ മുന്നിൽ വന്നിരുന്നു. അവനൊരു ന്യായാധിപനെ പോലെ പ്രവർത്തിച്ചിരുന്നതായ ഒരു കാലഘട്ടം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബ് ഏറ്റവും പ്രധാനിയായി, ദേശത്തിൽ പ്രധാനിയായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവൻ നേരിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തർക്കങ്ങളെ തീർക്കുവാൻ, പറഞ്ഞ് ഒതുക്കുവാൻ ഇയ്യോബിന്റെ അടുക്കൽ വരുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇയ്യോബ് അവൻ നിഷ്കളങ്കനായിരുന്നു, കളങ്കമില്ലാത്തവൻ. ഉള്ളിൽ ഒന്ന് വച്ചിട്ട് അത് മറച്ചു പിടിച്ചിട്ട് പുറമേ ചിരിക്കുകയും പുറമേ മറ്റൊന്ന് കാണിക്കുകയും പുറമേ മറ്റൊരു രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന കളങ്കമുള്ള അനുഭവം ഇയ്യോബിന് ഇല്ലായിരുന്നു. ഇന്ന് നാം ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും നാം കാണുന്നത് അതാണ്, കളങ്കമാണ്. ഹല്ലേലൂയ. മനസ്സിൽ ഒന്ന് സൂക്ഷിക്കുകയും പുറമേ ചിരിച്ച് ഇടപെടുകയും തക്കം കിട്ടിയാൽ അവനെ ഒതുക്കി കളയണം, അവസാനിപ്പിച്ച് കളയണം എന്നുള്ള പകയോടുകൂടെ നടക്കുന്ന ഒരു വിഭാഗത്തെ നമുക്കിന്ന് ലോകത്തിൽ കാണുവാൻ കഴിയുമ്പോൾ, ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് അവൻ നിഷ്കളങ്കനായിരുന്നു, കളങ്കം അവന്റെ ഉള്ളിലില്ല. മറ്റുള്ളവനെ വകവരുത്തണമെന്നോ പക പോക്കണമെന്നോ അടിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ അവനെതിരായി സാക്ഷി പറയണമെന്നോ അവനെ ഏതു തരത്തിലെങ്കിലും അവന്റെ മാന്യതയെ നഷ്ടപ്പെടുത്തി അവനെ നിന്ദ്യനാക്കി തീർക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടുകൂടെ, ചതിയോടുകൂടി, ഉപായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ നേരെ വാ നേരെ പോ.
ഹല്ലേലൂയ. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. നിഷ്കളങ്കനായിരുന്നു. ദൈവം അവന് കൊടുത്ത സാക്ഷ്യമാണ്, അവൻ നേരുള്ളവൻ, നേരിന്റെ കൂടെ നിൽക്കുന്നവൻ, അവൻ നിഷ്കളങ്കൻ. കളങ്കം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഇടപെടാതെ അവൻ കളങ്കം ഇല്ലാത്തവനായി എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരുപോലെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ദൈവസന്നിധിയിൽ നിഷ്കളങ്ക സ്വഭാവത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരുവൻ. അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. പിന്നെയോ ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദോഷത്തെ കണ്ടാൽ അവൻ മാറി നിൽക്കും. ദൈവഹിതമില്ല എന്ന് കണ്ടാൽ അവൻ പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളിലൊന്നും അവൻ ഇടപെടത്തില്ല. അത് പാപമാണ്, അത് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുന്ന ഒരുവൻ. ദോഷത്തെ വിട്ടകലുന്നവനായിരുന്നു ഇയ്യോബ്. നേരിന്റെ കൂടെ നടക്കുന്നവനായിരുന്നു ഇയ്യോബ്. ഹല്ലേലൂയ. നേരിനു വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ, നേര് മാത്രം പ്രവർത്തിക്കുവാൻ, നന്മ മാത്രം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്ന ഒരുവനായിരുന്നു ഇയ്യോബ്. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവ ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദൈവത്തോടുള്ള ഭക്തി അവൻ മുറുകെ പിടിച്ചിരുന്നു. ചില നാളുകളിൽ ദൈവമില്ലാതെ ജീവിച്ചിരുന്ന അനുഭവം ഇയ്യോബിന്റെ അടുക്കലുണ്ടായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായതിനു ശേഷം, ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായതിനു ശേഷം വിട്ടുപോയതിലേക്ക്, അല്ലെങ്കിൽ താൻ ഉപേക്ഷിച്ച് കളഞ്ഞതിലേക്ക് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇയ്യോബ് മടങ്ങിപ്പോയിട്ടില്ല. അതാണ് ഇയ്യോബിനെ ദൈവം ഏറ്റവും സ്നേഹിക്കുവാനും അവനെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയുവാനും ഇടയാക്കിയത്. അവന്റെ ആ നല്ല സ്വഭാവമാണ്. ദൈവത്തെ അറിയാതിരുന്ന നാളുകളിൽ, ദോഷം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന നാളുകളിൽ, ദോഷം പറഞ്ഞിരുന്ന നാളുകളിൽ, അനാവശ്യമായ കൂട്ടുകെട്ടിലൂടെ നടന്നിരുന്ന നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ അറിഞ്ഞ ശേഷം ദൈവത്തോട് ചേർന്ന് നടന്ന് പണ്ടത്തെ രീതികളെ, അല്ലെങ്കിൽ പാസ്റ്റിനെ ദൈവം അങ്ങ് മറന്നു കളഞ്ഞു. വചനം പറയുന്നത്, പാപം നാം വിട്ടു ഒഴിയുവാനായിട്ട് ഇടയായാൽ ദൈവം പിന്നെ നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നില്ല എന്നാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ നെറ്റിയിൽ പാപി എന്നൊരു മുദ്രയില്ല. ദൈവസന്നിധിയിൽ നാം നീതിമാനായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ നീതിമാനായി തന്നെ കണക്കിടുന്നു, പഴയത് ഓർക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു പുതിയ വ്യക്തിയായിട്ട്, രൂപാന്തരപ്പെട്ട വ്യക്തിയായിട്ട് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് തന്റെ ജീവിതത്തെ യേശുവിന്റെ മുന്നിൽ അടിയറവ് വച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ചോ താൻ വിട്ടുവന്ന വഴികളെ കുറിച്ചോ ദൈവം അവന്റെ മേൽ പിന്നെ കണക്കിടുന്നില്ല. അവനൊരു പുതിയ മനുഷ്യനായി, അവനൊരു രൂപാന്തരപ്പെട്ട മനുഷ്യനായി, അവൻ പാപമോചനം നേടിയവനായി ദൈവം അവനെ നീതിമാനായി കാണുന്നു. അതാണ് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹല്ലേലൂയ. മനുഷ്യൻ പിന്നെയും അവനെ പഴയതിനെ, നീ അങ്ങനെ ആയിരുന്നില്ലേ, ഇങ്ങനെ ആയിരുന്നില്ലേ, നിന്നെ നമുക്ക് കുറെ അറിയാം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം അവന്റെ പഴയതിനെ മറന്നു കളഞ്ഞിട്ട് അവന്റെ നിഷ്കളങ്കത്വത്തെയും നേരിനെയും ദൈവഭക്തിയെയും ദോഷം വിട്ടകലുന്നവനായി മാറിക്കഴിഞ്ഞ അവന്റെ നല്ല സ്വഭാവത്തെയും മാത്രം കണക്കിട്ട് തന്നോട് ചേർത്ത് നിർത്തുന്നവനാണ് ദൈവം. ഇയ്യോബിന് കണക്കുകൾ തെറ്റിയില്ല. വിട്ടുവന്നതിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വന്നില്ല. അവൻ നേരുള്ളവനായും നിഷ്കളങ്കനായും ദോഷം വിട്ടകലുന്നവനായും ദൈവഭക്തനായും മാറിയ ശേഷം ദൈവസന്നിധിയിൽ നിന്ന് ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുവാനായിട്ട് ഇയ്യോബ് സമ്മതിച്ചു കൊടുത്തില്ല. സ്വന്തം ജീവിതത്തെ സ്വയമായിട്ട് അവൻ നയിക്കുവാൻ, ദൈവത്തിൽ ആശ്രയം വെച്ച് നന്മ മാത്രം ലക്ഷ്യം കണ്ട് മുന്നോട്ട് നയിക്കുവാൻ ശ്രദ്ധിച്ചിരുന്ന ഒരുവനായിരുന്നു ഇയ്യോബ്. അവൻ അങ്ങനെ രൂപാന്തരപ്പെട്ടവൻ, അങ്ങനെ മാറി അവൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനായി നിന്നു. ഹല്ലേലൂയ. ആ ഒരു രൂപാന്തരം, അല്ലെങ്കിൽ ദോഷം വിട്ടകന്ന ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ ഈ ഇയ്യോബിന്റെ ജീവിതം നാം നോക്കുമ്പോൾ തന്റെ ജീവിതത്തിലേക്ക് പിശാചിനെ പരീക്ഷിക്കുവാനായിട്ട് ദൈവം അവനെ വിട്ടുകൊടുക്കുകയാണ്. വചനം പറയുന്നു, സാത്താൻ ലോകത്തിൽ ഊടാടി സഞ്ചരിച്ച ശേഷം അവൻ എല്ലായിടത്തും പ്രവേശനമുണ്ട്, മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ അവൻ ചെന്നു. സാത്താനോട് ദൈവം ചോദിക്കുക, നീ എന്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന്. അവനെ പോലെ നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകന്ന ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരുവനെ നിനക്ക് കാണുവാനായിട്ട് കഴിയത്തില്ലല്ലോ എന്ന് ഇയ്യോബിന്റെ മേൽ പിശാചിനെ ദൈവം വെല്ലുവിളിക്കുമ്പോൾ പിശാച് പറയുകയാണ്, നീ അവനുള്ള സകലത്തിനു ചുറ്റും കോട്ട കെട്ടി, മതിലു കെട്ടി സംരക്ഷിച്ച് ഇരിക്കുന്നില്ലയോ? അതൊന്ന് പൊളിച്ചു കളഞ്ഞാൽ, ഞങ്ങൾക്കൊന്ന് അകത്തേക്ക് കയറി അവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അവൻ നിന്നെ തള്ളി പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ദൈവസന്നിധിയിൽ പിശാച് വെല്ലുവിളിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷകളിലൂടെ
ദൈവം നമ്മെ കടത്തിവിടത്തില്ല എന്നതിന് ഒരു ഉദാഹരണവും കൂടിയാണ് ഇയ്യോബ്. പത്രോസിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ വന്നപ്പോൾ പത്രോസിനോട് കർത്താവായ ക്രിസ്തു പറയുകയാണ്, ആമേൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാനായി ഞാൻ അനുവദിച്ചില്ല. ഓരോരുത്തരുടെ മേലുള്ള വിശ്വാസം എത്രയെന്നും അവന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവൻ എത്രത്തോളം ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷകൾ ജീവിതത്തിൽ വരത്തില്ല. പരീക്ഷയോടൊപ്പം തന്നെ നീക്കുപോക്കും നൽകുന്നവനാണ് ദൈവം. ഇയ്യോബ് ഇനി തന്റെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് ദൈവത്തിന് ഒരു ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് സാത്താനോട് നീ അവനെ പരീക്ഷിച്ചു കൊള്ളുക, അവന്റെ ജീവനെ മാത്രം, അവന്റെ പ്രാണനെ മാത്രം നീ തുടരുത് എന്ന് സാത്താനോട് ദൈവം കൽപ്പിക്കുവാനിടയായത്. സാത്താൻ വന്നിട്ട് ഇയ്യോബിന്റെ മേൽ രോഗം കൊണ്ടിടുകയാണ്. ആമേൻ. ദൈവത്തെ തള്ളിപ്പറയുവാൻ തക്കവണ്ണം ഇയ്യോബിനെ പരീക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന വ്യക്തി ഇയ്യോബിനെ രോഗത്തെ കൊണ്ടിട്ടു. അവന്റെ ഭാര്യ അവനെ തള്ളിപ്പറഞ്ഞ് അവന്റെ കുടുംബജീവിതത്തെ ശിഥിലമാക്കി. അവന്റെ മക്കൾ അവന് നഷ്ടപ്പെട്ടു. അവന്റെ ദാസീദാസന്മാരും ആടുമാടുകളും സമ്പത്തും അവന്റെ കൃഷിയും സകലതും അവന് നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടവനായി, തനിക്കുണ്ടായിരുന്ന മാന്യതയും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടവനായി, തന്റെ കുടുംബം നഷ്ടപ്പെട്ടവനായി, തന്റെ ഭാര്യ തള്ളിക്കളഞ്ഞവനായി, ആരുമില്ലാത്ത അനുഭവത്തിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇയ്യോബിനെ ഒന്ന് നോക്കിയാട്ടെ. ദേഹം മുഴുവൻ പരുക്കളാൽ നിറഞ്ഞ് വ്രണം ബാധിച്ചവനായി, ഒട്ടുകഷ്ണം വെച്ച് തന്നെത്താൻ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നതായ ഇയ്യോബ്. ആമേൻ. അവൻ ദൈവഭക്തി മുറുകെ പിടിച്ചവനാണ്, വിട്ടിട്ടില്ല. ദോഷം വിട്ടകന്ന് നടക്കുന്നവനാണ്. ദോഷം ജീവിതത്തിൽ കയറി വരുവാനായിട്ട് ദൈവത്തെ അറിഞ്ഞ ശേഷം അവൻ അനുവദിച്ചിട്ടേ ഇല്ല. ആമേൻ. നേരും നീതിയും മുറുകെ പിടിച്ച് ദൈവഹിതത്തെ മാത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആർക്കും അംഗീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ കടന്നു വരപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഭാര്യ പറഞ്ഞു, ഇനി എന്തിനും ദൈവഭക്തി മുറുകെ പിടിച്ചു നീ ഇരിക്കണം. ഈ വ്രണത്തിൽ നിന്ന് നിനക്കിനി കരകയറി വരുവാനായിട്ട് കഴിയത്തില്ല. നഷ്ടപ്പെട്ട മക്കൾ നിനക്ക് തിരികെ ലഭിക്കത്തില്ല. നഷ്ടപ്പെട്ട ദാസീദാസന്മാരും സമ്പത്തുമൊന്നും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിനക്ക് മടക്കി പിടിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തിയെ വിട്ടിട്ട് നീ പോയി ചത്തുകള, നിനക്കിനി ഒരു ജീവിതമില്ല എന്ന് ഭാര്യ, കൂടെ നിന്നവൾ അവനോട് പറയുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ വ്യക്തിയാണോ നീ? അതോ ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയാണോ? ഒരിക്കലും എല്ലാം ഉണ്ടായപ്പോൾ സകലരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടപ്പോ, നിന്റെ ഉപജീവന മാർഗം തകർന്നു പോയപ്പോൾ, നിന്റെ ബിസിനസ്സുകൾ താറുമാറായപ്പോൾ, നിന്റെ ഭവനം കടക്കിണിയിലായപ്പോൾ, ജപ്തിയുടെ വക്കിലായപ്പോൾ, നീ ലഹരികളെ വിട്ടൊഴിഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ഇപ്പൊ നീ ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? എല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ദൈവഭക്തി മുറുകെ പിടിക്കുവാൻ നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നീ തളർന്നു പോകരുത്. ജീവിത സാഹചര്യങ്ങളെ നോക്കിയിട്ട് നീ പിന്നോട്ട് കാൽ വെക്കരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവഭക്തിയിലേക്ക് നീ കടന്നു വന്നുവോ? നിന്റെ രോഗസൗഖ്യത്തിനായി ദൈവസന്നിധിയിൽ വന്നുവോ? സാമ്പത്തികമായ വിടുതലിനായി ദൈവസന്നിധിയിൽ വന്നുവോ? നിന്റെ കടഭാരത്തിൽ നിന്ന് മോചനം നേടുവാൻ, നിന്റെ ഭവനം ജപ്തി ചെയ്തു പോകാതിരിക്കുവാൻ, നഷ്ടപ്പെട്ടതൊക്കെ മടക്കി ലഭിക്കുവാൻ, ഏകാന്തതയുടെ അനുഭവങ്ങളെ മാറ്റിയിട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിച്ച് നീ ദൈവസന്നിധിയിൽ വന്നുവോ? ഒരിക്കലും പഴയതിനെ ഓർത്ത് അതിലേക്ക് മടങ്ങിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരാതെ, ദൈവത്തെ വിട്ടിട്ട് ദൈവമല്ലാത്തതിന്റെ പിന്നാലെ പോകുന്ന അനുഭവങ്ങൾ വരാതെ, അല്പാശ്വാസത്തിനായി ശാന്തതയ്ക്കായി ലോകത്തിന്റെ പലതിനെയും ആശ്രയിക്കുന്ന അനുഭവങ്ങൾ വരാതെ, കൺമോഹത്തിലൂടെയും ജഡമോഹത്തിലൂടെയും ജീവിതം താറുമാറായി പോകാതെ ദൈവഭക്തിയെ മുറുകെ പിടിച്ച്, നേരം നിഷ്കളങ്കത്വവും മുറുകെ പിടിച്ച് ദൈവഭക്തിയോടുകൂടി ദോഷം വിട്ടകന്ന് ജീവിക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? ഇയ്യോബിന്റെ ജീവിതത്തിലെ ഈ തകർച്ചകളിലൂടെ അവൻ കടന്നു പോകുമ്പോഴും അവൻ പറയുക, എന്റെ ദേഹം ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായ എന്റെ ദൈവത്തെ കാണും. എന്റെ ജീവിതത്തിൽ ഒരു മോചനം ഉണ്ടാകും. എന്റെ ദൈവം ഈ അവസ്ഥകളെ മാറ്റും. നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് മടക്കി തരുമെന്ന വിശ്വാസത്തോടു കൂടി ഇയ്യോബ് പ്രഖ്യാപിക്കും പോലെ ഈ സമയം വചനം കേട്ട് നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് നിനക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയുമോ? പിശാച്, നീ എന്റെ ജീവിതത്തിലെ സകലതും തകർത്തു എങ്കിൽ എല്ലാം മടക്കി തരുവാനായിട്ട് സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഞാൻ ആ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു. അവനെ ഞാൻ തള്ളിക്കളയുകയില്ല. അവന്റെ കരങ്ങളിലേക്ക് ഞാൻ മുറുകെ പിടിക്കുന്നു. അവൻ എന്നെ ചേർത്തണയ്ക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് മടക്കി ലഭിക്കും. എനിക്കെല്ലാം തിരികെ പിടിക്കുവാൻ
നിൽക്കുവാനായിട്ട് കഴിയും എന്ന ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുവാനായിട്ട് കഴിയുമോ? യോബ് ഇവിടെ പറയുകയാണ്, പണ്ടത്തെ നാളുകളെ പോലെ, കഴിഞ്ഞു പോയ ദിവസങ്ങളെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളെ പോലെ, ദൈവത്തിന്റെ മതില് എനിക്കുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി ദൈവം എന്നെ സൂക്ഷിച്ചിരുന്നത് പോലെ എന്നെ സൂക്ഷിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന. ഹല്ലേലൂയ. അതിന് കാരണം അവൻ പറയുകയാണ്, ദൈവം എന്നെ കാത്തിരുന്ന നാളുകളെന്ന് പറയുമ്പോൾ എൻ്റെ ചുറ്റും കൂരിരുളാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടന്നിരുന്നു. ചുറ്റും പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അടിപിടികളുണ്ട്, അക്രമങ്ങളുണ്ട്, അലർച്ചകളുണ്ട്, ഹല്ലേലൂയ, ലഹരികളുണ്ട്. അതെല്ലാം വിട്ടിട്ട് ജീവിതമാകുന്ന നൗകയെ വഞ്ചിയെ വീഴാതെ സൂക്ഷിക്കുവാനായിട്ട്, ദൈവഭക്തിയെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് സമർപ്പിച്ചു കൊടുത്ത എത്ര ജീവിതങ്ങളുണ്ട്. വചനം കേൾക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഇയ്യോബിനെ പോലെ ഒന്ന് പറയുവാനായിട്ട് കഴിയുമോ? ദൈവം എന്നെ കാത്തിരുന്ന നാളുകളെ പോലെ എനിക്കായെങ്കിൽ കൊള്ളായിരുന്നു. ജീവിതത്തിലെ തകർച്ചകളേക്ക് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് നടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചാൽ മതിയായിരുന്നു എന്ന ഒന്ന് മടങ്ങി വരുവാൻ മനസ്സുണ്ടോ? ഇയ്യോബ് പറയുകയാണ്, അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. ഹല്ലേലൂയ. തലയ്ക്കുമീതെ ഒരു ദീപം പ്രകാശിച്ചാൽ നമുക്ക് മുന്നിലുള്ള വഴി വ്യക്തമായി കണ്ട് നമുക്ക് നടക്കുവാനായിട്ട് കഴിയും. പിന്നിൽ നിന്നുള്ള ദീപമല്ല. മുന്നിൽ നമ്മെ നയിക്കുന്ന ഒരു ദീപം, അതാണ് നമ്മുടെ ക്രിസ്തു. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ അടുക്കലേക്ക് വരുന്നവനല്ല. പ്രശ്നങ്ങളിൽ വീണു പോകാതെ അവസാന നിമിഷം നമ്മെ കരം പിടിച്ചു ഉയരങ്ങളിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? എത്ര കൂരിരുട്ടിന്റെ അനുഭവം ചുറ്റുമുണ്ടായാലും, ജീവിതയാത്രയിൽ എത്ര കൂരിരുട്ടുകൾ കടന്നു വന്നാലും ദൈവത്തിന്റെ ദീപം തലയ്ക്കുമീതെ പ്രകാശിക്കുന്നുണ്ട് എങ്കിൽ നാം ആ പ്രകാശത്തിൽ നടക്കും. ഇരുൾ നമ്മെ പിടിച്ചടക്കുകയില്ല. ഹല്ലേലൂയ. ഇയ്യോബ് പറഞ്ഞതുപോലെ ഇരുളിന്റെ മധ്യയിലും ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ കഴിഞ്ഞിരുന്ന, ദൈവം തനിക്ക് ചുറ്റും മതിലായിരുന്ന നല്ല നാളുകൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് ഓർത്ത് ദൈവഭക്തിയെ മുറുകെ പിടിച്ച് ആ നല്ല നാളുകളിലേക്ക് ഇനിയും എനിക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു ഇയ്യോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രശ്നങ്ങൾ വന്നപ്പോൾ താൻ വീണുപോയില്ല. പ്രയാസങ്ങൾ വന്നപ്പോൾ ഒരു മനുഷ്യന് ഇതിലധികം ഇനി എന്തു വരുവാനുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തില് ഇയ്യോബിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ഇയ്യോബ് ദൈവഭക്തിയെ വിട്ടകന്നില്ല, ദോഷത്തിലേക്ക് പോയില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. തന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോക്കുകൊണ്ടോ യാതൊന്നും കൊണ്ടോ ദൈവത്തെ അവൻ തള്ളിപ്പറയുവാനോ വിട്ടുകളയുവാനോ ഇടവന്നില്ല. ദൈവത്തെ മുറുകെ പിടിച്ച് തന്നെ അവൻ നിന്നു. അവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രകാശം വീണ്ടും കടന്നു വരുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. ഇയ്യോബ് നശിച്ചു പോയി എന്ന് പറഞ്ഞ സകലരും ഇയ്യോബിന്റെ അടുക്കലേക്ക് വീണ്ടും വരുന്ന ഒരനുഭവം ഉണ്ടായി. ഇയ്യോബിന്റെ കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ ഇയ്യോബ് പട്ടണത്തിലേക്ക് ചെന്നാൽ അവിടെ നിൽക്കുന്ന സകലരും ഇയ്യോബിനെ കണ്ട് ഓടിപ്പോകും. കാരണം അവൻ അത്ര മാന്യനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു. എല്ലാവരും അവനെ കണ്ട് ഭയത്തോടും ബഹുമാനത്തോടും കൂടെ മാറി നിന്നിരുന്നു. അങ്ങനെ ഒരു നല്ല കാലം. അവനാണ് ഇന്ന് വ്രണം നിറഞ്ഞവനായി ഇരുട്ടിൽ വെണ്ണീറിൽ ഇരുന്നു കൊണ്ട് അല്പാശ്വാസത്തിനായി ഒട്ടുകഷ്ണം വച്ച് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണമേ അവന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയുടെ അവസ്ഥ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന അവന്റെ ജീവിതത്തിൽ ആ വീഴ്ചയിൽ അവൻ വീണു പോകുവാൻ, തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കാതെ അവന്റെ പരീക്ഷയിൽ അവൻ വിജയിച്ചോ പൊന്നുപോലെ പുറത്തു വരുന്ന കഷ്ടത, തീച്ചുളയാകുന്ന ശോധനയുടെ നടുവിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ പുറത്തു വരുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പിന്നെയുള്ള കാലത്തെ അവന്റെ മുൻപിലത്തെ കാലം അധികമായി ദൈവം അനുഗ്രഹിച്ചു എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട്? പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവഭക്തി മുറുകെ പിടിച്ച് വിട്ടുകളയാതെ നിന്ന ഇയ്യോബിനെ ദൈവം അവന്റെ സകല പ്രയാസങ്ങളിൽ നിന്നും, പിശാചിന് അവനെ വിട്ടുകൊടുത്തിരുന്നതായ പരീക്ഷയിലേക്ക് അവനെ വിട്ടുകൊടുത്തിരുന്നതായ സാഹചര്യത്തിൽ നിന്നും അവനെ വീണ്ടും ദൈവം കോരിയെടുക്കുവാനും ചേർത്തണയ്ക്കുവാനും ഇടയായി തീരപ്പെട്ടു. ഈ പരീക്ഷയിൽ പതറാതെ നിന്ന ഇയ്യോബ്, പ്രശ്നങ്ങളിൽ പതറാതെ നിന്ന ഇയ്യോബ് പരീക്ഷകളെ ജയിച്ചുകൊണ്ട് വീണ്ടും അവൻ കയറി വന്നപ്പോൾ നഷ്ടങ്ങളെ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്ന, നഷ്ടപ്പെട്ട സകലത്തെയും ഇരട്ടിയായി മടക്കി കൊടുക്കുന്ന ഒരു ദൈവ സ്നേഹത്തെയാണ്
അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ആമേൻ. ധൂർത്തുപുത്രന്റെ ഉപമ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ആമേൻ ഒരു വേദഭാഗമുണ്ട് അല്ലേ. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ആമേൻ. ഒരുവൻ പിതാവിനോട് തനിക്ക് വരേണ്ടുന്ന അവകാശങ്ങളെയെല്ലാം ചോദിച്ച് വാങ്ങിയിട്ട് കൂട്ടുകാരോടൊത്ത് ലോകത്തിന്റെ മോഹങ്ങളിൽ ചെലവഴിച്ച് തനിക്കുള്ള സകലതും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, അവൻ ഒന്നുമല്ലാത്തവനായി മാറിയപ്പോൾ കൂടെ നിന്ന കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി. അവൻ ആരുമില്ലാതെ ഏകാന്തനായി മാറി. കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ ഏകാന്തത അനുഭവിച്ച സാഹചര്യത്തിൽ അവൻ അലഞ്ഞു നടക്കുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ പഴയതിനെ കുറിച്ച് ചിന്തിച്ചു. ആമേൻ. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകമായിട്ട് കർത്താവേ വാസസ്ഥലങ്ങളുണ്ട്, അനേകം ജോലിക്കാരുണ്ട്, അവരെല്ലാം ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. എനിക്ക് കിടക്കുവാനായിട്ട് ഇടമില്ല, എനിക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ല, എനിക്ക് ധരിക്കുവാൻ വസ്ത്രമില്ല, സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ നിൽക്കുന്ന യജമാനൻ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും എന്നെ കഴിക്കുവാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ മടങ്ങിച്ചെല്ലും. സ്നേഹനിധിയായ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഒരു കൂലിക്കാരനെ പോലെ ചേർത്ത് കൊള്ളണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ ആ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങിച്ചെല്ലുമെന്ന് ഈ മകൻ തീരുമാനമെടുക്കുകയാണ്. പക്ഷെ മകന് തെറ്റിപ്പോയി. അവൻ എന്നെങ്കിലും മടങ്ങി വരും, അവനെ സ്വീകരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവന് പുതിയ വസ്ത്രവും പുതിയ ചെരുപ്പും പുതിയ മോതിരവും ഒക്കെയായി കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹത്തെ അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പനെ തള്ളിക്കളഞ്ഞതുപോലെ അപ്പൻ തന്നെയും തള്ളിക്കളഞ്ഞു എന്ന് അവൻ വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാലും കൂലിക്കാരനായി നിൽക്കാം, ഒരു ജോലിക്കാരനായി പ്രവേശിക്കാമെന്ന് വിചാരിച്ച് മടങ്ങിച്ചെന്നവനെ അപ്പൻ വളരെ സ്നേഹത്തോടെ ഓടി വന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നതായ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്, ആമേൻ, നീ ഏതു വീഴ്ചയിലാണെങ്കിലും ആമേൻ അതിനെ വിട്ടിട്ട് ദൈവത്തോട് ചേർന്ന് വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? നീ വിചാരിക്കും ദൈവം നിന്നെ തള്ളിക്കളഞ്ഞുവൻ. അല്ല, ദൈവത്തെ നീയാണ് തള്ളിക്കളഞ്ഞത്. നീ മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടുകൂടെ സ്നേഹവാനായ ദൈവം നിന്നെ കരങ്ങൾ നീട്ടി സ്വീകരിക്കുവാൻ കാത്തിരിക്കുമ്പോൾ ഓടിച്ചെന്ന കരങ്ങളിലേക്ക് ആമേൻ ഒന്ന് ചേരുവാൻ മനസ്സുണ്ടോ? ആ മാർവിലേക്ക് ഒന്ന് വീഴുവാനായിട്ട് മനസ്സുണ്ടോ? ആമേൻ. നിന്റെ സകല പ്രതികൂലങ്ങളെയും അകറ്റിയിട്ട്, സകല പാപങ്ങളെയും ക്ഷമിച്ചിട്ട് നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി തരുവാൻ, നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു പപ്പയാണ് ദൈവസ്നേഹം. ആമേൻ. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ആമേൻ ഒന്ന് കടന്നു ചെല്ലാമോ? ആ സ്നേഹത്തിന്റെ അടുക്കലേക്ക് ഗോഡ് ഈസ് ലവ് എന്ന് പഠിപ്പിക്കുന്ന പോലെ, ആ ദൈവം സ്നേഹമാകുന്നു എന്ന തിരുവചനം പോലെ ദൈവസ്നേഹത്തിന്റെ അടുക്കലേക്ക്, ദൈവസ്നേഹത്തിന് തുല്യം വെക്കുവാൻ മറ്റൊരു സ്നേഹവുമില്ല. ഹല്ലേലൂയ. ആ കർത്താവിന്റെ അടുക്കലേക്ക് ക്ഷമിക്കുന്ന, സ്വീകരിക്കുന്ന, സ്നേഹിക്കുന്ന, സഹിക്കുന്ന ആ ദൈവസ്നേഹത്തിന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി ചെല്ലുവാനായിട്ട് മനസ്സുണ്ടോ? എങ്കിൽ ദൈവത്തിന്റെ ദീപം നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കും. ആമേൻ. ലോകത്ത് എത്ര കൂരിരുട്ടായാലും നീ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കും. ദൈവം നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിലേക്കൊന്ന് വിനയപ്പെടുത്താമോ? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനോട് പറയാമോപ്പാ, എൻ്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തന്ന് മാന്യതയുടെ നല്ല നാളുകളിലേക്ക് എന്നെ നീ തിരിച്ചു നടത്തണമേ എന്ന് അവനൊന്ന് അപേക്ഷിക്കാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യോബ് പറഞ്ഞതുപോലെ ആഗ്രഹത്തോടു കൂടെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി സ്തോത്രം. യോബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തോട് ചേർന്ന് നടന്നിട്ടും തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഭക്തി മുറുകെ പിടിച്ചു നിന്ന യഥാർത്ഥമായ ഒരു ഭക്തന്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തൊരു ദൈവസ്നേഹത്തെ കർത്താവെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം കർത്താവെ അവിടുന്ന് ക്ഷമിക്കുകയും ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് അങ്ങയുടെ പാതയിൽ നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വചനം കേട്ട ഓരോരുത്തരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അങ്ങ് പകരണമേ, അങ്ങയുടെ ശക്തിയെ പകരണമേ. ലോകത്ത് കൂരിരുട്ട് വർദ്ധിച്ചു വരുമ്പോൾ അങ്ങയുടെ പ്രകാശം തലയ്ക്കുമീതെ ആമേൻ പ്രകാശിച്ച് ആ വെളിച്ചത്തിൽ നടക്കുവാൻ തക്കവണ്ണം, ദൈവിക വെളിച്ചത്തിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. വചനം കേട്ട ഒരു വ്യക്തി പോലും പാപത്തിലോ ലോകത്തിലോ കൂരിരുളിലോ വീണു പോകുവാൻ ദൈവം അനുവദിക്കാതെ ദൈവിക വെളിച്ചത്തിൽ നടക്കുവാൻ അവരെ സഹായിക്കുകയും നഷ്ടപ്പെട്ട നന്മകളെല്ലാം ദൈവം അവർക്ക് മടക്കി കൊടുത്ത് അവൻ ഇപ്പോൾ നഷ്ടത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ പുതിയ പ്രതീക്ഷകളോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് അവർ ഉയരുവാൻ തക്കവണ്ണം
അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി അയച്ച് ദൈവം അവരെ ചേർത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ കർത്താവെ സകല പ്രതികൂലങ്ങളും മാറട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ, രോഗത്തിന്റെ അവസ്ഥകൾ, ഭയപ്പാടുകൾ, അസമാധാനങ്ങൾ എല്ലാം വിട്ടുമാറി ദൈവസ്നേഹത്തിൽ അവർ കർത്താവെ അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണം. നന്മ അനുഭവിക്കുന്ന ജനമായി നിൽക്കുവാൻ, വേർതിരിക്കപ്പെട്ട ജനമായി നിൽക്കുവാൻ കർത്താവ് ഇവരെ സഹായിക്കണം. അതിനായി യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹം പ്രാപിക്കട്ടെ, നന്മ അനുഭവിക്കട്ടെ, ദൈവസ്നേഹത്തിൽ നിൽക്കട്ടെ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.